ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു റാൻഡം ഓർബിറ്റൽ സാൻഡറാണ്. ഡോങ് ചാങ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു ചൈനേൻ്റെ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഇതാണ്. എല്ലാ പവർ ടൂളും ഇപ്പോൾ ചൈനയിൽ നിന്നാണ് അതിൻ്റെ ഇത് നിന്നപ്പോൾ എന്താ പറയണ്ടത്, എല്ലാ സ്പെയറും എല്ലാം ഇറക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ചൈന എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ കുറച്ച് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഇതാണ് ഡോങ് ചാങ്. അപ്പോൾ അതിൻ്റെ ഒരു റാൻഡം സാൻഡറാണ്. ഏകദേശം ഇതിൻ്റെ 300 വാട്ട്സാണ്. ഇതിൻ്റെ 300 വാട്ട്സ്, അത് ചെറിയ കുറഞ്ഞ വാട്ട്സാണ്. 300 വാട്ട്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർ പി എം സ്പീഡ്, എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇത് 4000 മുതൽ 12000 6 സ്പീഡ് ഉണ്ട്. ഇത് 4000 മുതൽ 6000 വരെ. അപ്പോൾ അതുപോലെ തന്നെ 1.4 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്കിൻ്റെ 5 ഇഞ്ച് നമുക്കിതിന് എത്രയുള്ള പേപ്പർ ഉപയോഗിക്കുക. അതിൻ്റെ ഡയമീറ്റർ ഉണ്ട് ഇതിൻ്റെ കറങ്ങുന്ന ഭാഗത്തെ, അത് 125 mm ആണ്. 125 mm എന്ന് പറയുമ്പോൾ ഒരു 5 ഇഞ്ചിൽ കുറച്ച് കുറയും, ഒരു 5 ഇഞ്ചിൽ കുറച്ച് മില്ലിമീറ്റർ കുറയും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മെഷീനാണ്. ഇത് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പവർ ടൂൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാനത് ഒരു 1, 2, 3 മാസം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തൽ. അതുപോലെ തന്നെ ഇതും ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ പഴയൊരു സാൻഡർ ഉണ്ട്, ഓർബിറ്റൽ സാൻഡർ. അധികം ആൾക്കാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് വലിയ പെർഫോമൻസ് ഒന്നുമില്ല ഒരു സാധനമല്ല. ഞാൻ ഒരു 12 വർഷം മുമ്പ് കെന്നെക്സ് എന്ന് പറഞ്ഞ കമ്പനി, ഇതിപ്പം കംപ്ലൈൻ്റ് ഒന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഞാൻ പക്ഷേ ഇത് മുന്നേ ഇത് ഉപേക്ഷിച്ചതാണ്. വേണ്ട, ഇതിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് സാധനം. ഇതെന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുട്ടോ. ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഇത് ശ്രദ്ധിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് മെഷീൻ. 6 സ്പീഡ്. നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് എല്ലാ ഉപയോഗത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം വുഡിന് നമ്മളിപ്പോൾ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് സാൻഡ് പേപ്പർ ഇട്ട് ഡിസ്ക് ഇട്ടിട്ട് ആ ഒരു സ്പീഡിൽ നമുക്ക് സാൻഡിങ് ഒന്നും നടക്കില്ല. സോഫ്റ്റ് വുഡൊക്കെ നമുക്ക് അത്യാവശ്യം സാൻഡ് ചെയ്യാം. പക്ഷേങ്കിൽ ഇതന്നെ ഒന്ന് പേടിക്കണ്ട, ഡേഞ്ചർ അല്ല എന്നുള്ളത്. ഇത് മെയിനായിട്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വുഡിൻ്റെ സാൻഡിങ്ങോ അതൊന്നുമല്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി ഫില്ലർ വണ്ടിക്കായാലും, അതുപോലെ തന്നെ നമ്മളിപ്പം വീടിൻ്റെ എല്ലാം ഇൻറ്റീരിയർ വർക്കെല്ലാം ഇപ്പം നമുക്ക് ഓട്ടോ പെയിൻറ്റ്, PU പെയിൻ്റാണ്. എല്ലാവരും PU പെയിൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളെ വാളിലെ വർക്കായാലും, വാളിലിപ്പം പാനലിംഗ് ആയാലും, അതുപോലെ തന്നെ അങ്ങനെയുള്ള അതുപോലെ തന്നെ കിച്ചണിലേക്കാണെങ്കിൽ HDHMR, MDF, WPC, അതിലെല്ലാം വരുന്നത് ഇപ്പോൾ PU പെയിൻ്റാണ്. ആ PU പെയിൻറ്റിന് നമുക്ക് എങ്ങനെ ബോഡി ഫില്ലർ, നമ്മൾ സ്ക്രൂ ഹോൾസ് ആയാലും, അതുപോലത്തെ തടിയിൽ PU പെയിൻ്റ് ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബോഡി ഫില്ലർ ഇടേണ്ടത്. അപ്പോൾ ബോഡി ഫില്ലർ ഇടണ ജോയിൻറ്റിൽ ബോഡി ഫില്ലർ ഇടേണ്ടി വരും. അങ്ങനെയുള്ള ഇടിക്കെല്ലാം നമുക്ക് എളുപ്പം ബോഡി ഫില്ലർ സാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇത് പിന്നെയുള്ള ഇപ്പം വേണമെങ്കിൽ നമുക്ക് ക്ലിയറൊക്കെ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. വണ്ടീൻ്റെ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സോളിഡ് എന്നപ്പോൾ പോളിഷ് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റ്, അങ്ങനെയെല്ലാം നമുക്ക് നമ്മളെ ക്ലോത്ത് വീലും നമുക്ക് ബഫിങ് പാഡിൽ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയേണ്ടത്, റബ്ബിങ് കോമ്പൗണ്ടും അതിൻ്റെ പോളിഷൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്യാം. പക്ഷേ പോളിഷർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു മെഷീൻ വരുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും നമുക്ക് ഉപയോഗിക്കാം വണ്ടീൻ്റെ വണ്ടിക്ക്. അതുപോലെ തന്നെ ഈ PU പെയിൻറ്റ് നമ്മളെ വീടിൻ്റെ കിച്ചണിനായാലും ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ആയാലും അതിന് ബോഡി ഫില്ലർ വർക്ക്, അത് നല്ലൊരു പെർഫോമൻസാണ്. ഇത് നമുക്ക് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോഡി ഫില്ലർ സാൻഡ് ചെയ്യേണ്ടത്, സാൻഡ് ചെയ്ത് നമുക്ക് കൈ വെച്ചിട്ടായാലും സാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരാൾക്ക് വൈകുന്നേരം എടുക്കേണ്ട പണി നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ശരീരത്തിന് അധികം മനസ്സിന് മടുപ്പൊന്നുമില്ലാതെ, ശരീരത്തിന് വലിയ ഹാർഡായിട്ടൊന്നും തോന്നില്ല. ഇത് വെച്ചിട്ട് കൂളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ക ലെവലായിരിക്കും. നമ്മളിപ്പോൾ അന്നേരം ചില ആൾ വയ്ക്കുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിൽ പാഡിട്ട് കഴിഞ്ഞാൽ RPM വളരെ ഇതിൻ്റെ ഉള്ള പ്രവർത്തനമല്ല നമ്മളെ സാൻഡറിനുള്ളത്.
അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേപ്പറിലേക്ക് ബോഡി ഫില്ലർ പിടിക്കും, പേപ്പർ ചീത്തയാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു വൈബ്രേഷനും ആ ഒരു കറക്കും വൈബ്രേഷനും 6 സ്പീഡ് ഉണ്ട്. അപ്പോൾ ഇതിന് പേപ്പർ ചൂടാവില്ല. ഇതിൽ ഈ ഒട്ടിച്ച പേപ്പർ ബോഡി ഫില്ലറിൽ ചൂടായിട്ട് ഇതിലേക്ക് പേപ്പർ പെട്ടെന്ന് ചീത്തയാവും നമ്മൾ സാൻഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ക്ലിയറായിട്ട് ബോഡി ഫില്ലർ വെക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ അത്യാവശ്യം ഹാർഡനർ ചേർത്തിട്ട് തന്നെ വെക്കണം. ചില ആൾക്കാർ കുറേ സെറ്റിംഗ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡനർ കുറച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു പഴയ പാഡ് ഉണ്ട്. പഴയ പാഡ് ഇട്ടിട്ട് ഞാൻ ആ ബോഡി ഫില്ലർ എത്രത്തോളം സ്പീഡിൽ ഞാൻ ഒരു 2 പീസിന് ഇട്ട് വെച്ചിട്ടുണ്ട്. എത്രത്തോളം സ്പീഡിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സൈറ്റിലെ വർക്കിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ കാണിച്ചു തരാം, ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിന് നമ്മൾ ഈ പൊടിയൊക്കെ അടിക്കുമ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു കവറുണ്ട്. അത് ഇങ്ങനെയുള്ള മെഷീൻ എല്ലാത്തിനും ഉണ്ട്, ഇപ്പോൾ എല്ലാറ്റിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ മടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ ചെറിയ ടൈം കൊണ്ട് ഒരുപാട് ഏരിയ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വലിയൊരു ഷോപ്പിന് 1000 വാൾ തന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വാളുണ്ട് PUP. അതുപോലെ ഫർണിച്ചർ, അതിനൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് പീസിന് ഞാൻ ബോഡി ഫില്ലർ, ഇത് തടിയാണ്, തടിയിൽ ഞാൻ ബോഡി ഫില്ലർ ഇട്ടിട്ടുണ്ട്. ഇതിന് തടിക്ക് അത്യാവശ്യം സ്ക്രാച്ച് കുഴിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2 പ്ലൈവുഡിൻ്റെ പീസിന് അതൊരു ക്ലിയർ ആയിട്ടൊന്നല്ല ഇട്ടത്, കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പെർഫോമൻസ്. നമ്മൾ കൈക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയും തേഞ്ഞ് കിട്ടില്ല. ഇത് ഈ വൈബ്രേഷനും കൂടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ പുട്ടി അങ്ങനെയാണ്. നമുക്ക് കൈക്ക് സ്ട്രെയിറ്റിലിട്ട് കഴിഞ്ഞാൽ തേഞ്ഞ് കിട്ടില്ല. അതേസമയം ആ വൈബ്രേറ്റ് ആയിട്ട് ആ വർക്കിങ്ങിൽ ഇത് പെട്ടെന്ന് നമുക്കിത് സാൻഡിങ് ആയി കിട്ടും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന പേപ്പർ അത്യാവശ്യം ഗ്രിറ്റുള്ള പേപ്പർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പാടും കാര്യങ്ങളൊന്നും കാണിക്കില്ല. അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് സ്പോട്ട് പുട്ടിയിട്ടിട്ട് അത് ക്ലിയർ ചെയ്യണം. അല്ലാതെ നമ്മൾ ഗ്രിറ്റ് കുറഞ്ഞ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല, പുട്ടി കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് 6 സ്പീഡിലാണ്, ഇതിപ്പോൾ 6 സ്പീഡിലാണ് ഇത് ഉള്ളത്. നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ഉപയോഗിക്കാം, പക്ഷെ മാക്സിമം ഞാൻ കൂട്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കാണില്ലേ, ബോഡിയിൽ അത്യാവശ്യം ബോഡി ഫില്ലർ, നല്ല രീതിയിൽ ബോഡി ഫില്ലർ ഉണ്ട്. അത് ആ കട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ കാണിച്ചില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോപ്പായിട്ടുണ്ടല്ലോ ഈ ബോഡി ഫില്ലറിൽ ചെറിയൊരു മെഴുക്ക് പോലെ ഉണ്ടാവും. അത് നമ്മൾ കൈക്കൊന്നും കട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിയർ ആയിട്ട് കിട്ടില്ല. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റും, അതിൻ്റെ പുട്ടി കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റി. ഇതാണല്ലേ ഒരു പ്ലൈൻ്റെ ഒരു പീസാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു മരത്തിൻ്റെ പീസും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മരത്തിൻ്റെ തടീൻ്റെ ഒരു പീസാണ്. ഇതിന് ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും കൈക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പേപ്പർ മോശമാവും. നമുക്ക് എത്ര പേപ്പർ ഉപയോഗിച്ചാലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ.
എന്താണ് ഹൈ സ്പീഡിൽ അത് ചൂടായിട്ട് പേപ്പറിന് കംപ്ലീറ്റ് പിടിക്കും. ഇതിൻ്റെ അകത്ത് കാണില്ലേ പൊടി കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് വേണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇതിന് വേണമെങ്കിലില്ല മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളൊരു നീട്ടത്തിൽ ഒരുപാട് മീറ്റർ ലെങ്ത്തിൽ പൈപ്പ് കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ. അത് നമുക്കിവിടെ ക്ലിപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ് PVC സഞ്ചി പോളിത്തീൻ പാക്ക് ഒരു കവർ കിട്ടും. നമ്മൾ ഐസിൻ്റെ എല്ലാം ട്യൂബ് കണക്കത്തെ അത് ലെങ്ത് ഉള്ളത് കിട്ടും. അത് ഇതിന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇതിൻ്റെ പൊടി കംപ്ലീറ്റ് പോകും. നമ്മൾ ഇത് ഉപയോഗിക്കണമെന്നില്ല. ഇതാണല്ലേ ഫുൾ കംപ്ലീറ്റ് പൊടിയാണ് വേണ്ട. ഇത് കുറച്ച് കാലം ഇതിനൊക്കെ ലൈഫ് ഉണ്ടാവുമല്ലോ. അത് ഏറ്റവും നല്ലത് നമ്മളെ ആ ട്യൂബില്ലേ, പ്ലാസ്റ്റിക് ട്യൂബ്, അത് ഇതിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര 10 മീറ്റർ 20 മീറ്റർ അപ്പുറം ഈ പൊടി പോയിട്ട് അവിടെ പോകും, അവിടെ സ്പ്രെഡ് ആണല്ലേ. അത്രയും ഫിനിഷാണ് കേട്ടോ ഇത് ചെയ്തിട്ടാണല്ലോ, അത്രയും ഫിനിഷാണ്. എന്താ ഒരു കുഴിയോ ബോഡി ഫില്ലറിൽ ഒരു കുഴിയോ കാര്യം ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുക. കുറേ വീഡിയോ ഒക്കെ പല കാരണം കൊണ്ട് കുറേ വീഡിയോ നിന്നുപോയി. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല നല്ല വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ.